ഹലോ എവ്രി വൺ. ഇതിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ തിരക്കുണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാണ് അവരുടെ എൻട്രൻസ്, തൃശ്ശൂർ പൂരം എക്സിബിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സർക്കിൾ പോലെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും പിന്നെ ഡോർ മാറ്റ് അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഇഷ്ടപ്പെട്ടത് എടുത്തു. അവിടെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. സർബത്ത് വേണമെങ്കിൽ സർബത്ത്, മരുന്ന് വേണമെങ്കിൽ മരുന്ന്. ഡ്രസ്സുകൾ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അവർ. ഇതിപ്പോൾ പാലക്കാടൻ കത്തികൾ പറഞ്ഞ് വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരിപ്പെട്ടി, പിന്നെ വളമാല, കമ്മൽ, ബാഗുകൾ, ഡ്രസ്സുകൾ, ചുരിദാർ, പലാസോ അതൊക്കെ ഇങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ട്. 3 പീസ് എടുത്താൽ 500 പറഞ്ഞിട്ടൊക്കെ. പക്ഷേ നമ്മളത് സൂക്ഷിച്ചൊക്കെ എടുക്കണം. പിന്നെ ബുക്സ് ഉണ്ട്, ഇംഗ്ലീഷും മലയാളവും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓഫർ കണ്ട് നമ്മൾ അതിന് ചാടി വീണൊന്നും എടുത്തില്ല. എന്ന് വെച്ചാൽ മെറ്റീരിയൽ അത്രയ്ക്ക് നന്നൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് അങ്ങനെ കണ്ടു. കുറേ സ്റ്റോളുകളുണ്ട്. നമ്മൾ കുറേ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണമായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോളുകളൊക്കെ നോക്കി ഞങ്ങൾ ഓരോന്നിനകത്ത് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് എങ്ങനെയാണെന്നും ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മലയാളം റെസിറ്റേഷൻ അതുണ്ടായിരുന്നു, അത് നടക്കുന്നുണ്ട് അവിടെ. പിന്നെ സയൻസിൻ്റെ ഇയർ ഓഫ് റോക്കറ്ററി, പിന്നെ അതുപോലെ തന്നെ മൂൺ വാക്ക് എന്നും പറഞ്ഞിട്ട് അതിനകത്ത് കയറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടു ഇങ്ങനെ മൂൺ വാക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അവർ നന്നായിട്ടൊക്കെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റോൾസിൽ കയറി, ചിലതിലൊന്നും കയറിയില്ല. ഫുഡ് വേണമെങ്കിൽ ഫുഡ്, ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് എല്ലാം കിട്ടും. ഞങ്ങളിപ്പോൾ പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ വഴി നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് കയറി ഇതിൽ കൂടെ കയറിയാൽ വെളി ഇറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. ഇവിടെയും ബെഡ്ഷീറ്റ്സും പിന്നെ ബാംബുവിൻ്റെ പുട്ട് മേക്കർ അതൊക്കെയുണ്ട്. അതുപോലെ ഡ്രസ്സസ് ഉണ്ട്, ബാഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ആയുർവേദിക് മരുന്നുകൾ, പിന്നെ അതുപോലെ സീഡ്സ് എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി വെളിയിലെത്തിയെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും വേറെ സ്റ്റോൾ കണ്ടു. ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്റ്റോളാണ്. ഇത് നല്ല ഭംഗിയാണ്. മറ്റേ കൃഷ്ണൻ്റെ ഓരോ സ്റ്റാച്യൂസ്, അവതാരങ്ങൾ, ഫോട്ടോസ്, പിന്നെ ഈ പഴയ ഇങ്ങനെ ഫോട്ടോസും എല്ലാം അവരവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ നടന്ന സംഭവങ്ങൾ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂടുമാണ്, കണ്ടില്ലേ അവരൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കുന്നത്. അസല് ചൂടും. പക്ഷേ എന്തായാലും വർത്ത് സീയിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇതും ഞങ്ങൾ കയറി ഇങ്ങനെ കണ്ടു. ഒന്നും മേടിച്ചൊന്നുമില്ല, ഇത് ജസ്റ്റ് അവർ എക്സിബിറ്റിന് വെച്ചിരിക്കുകയാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇതും കണ്ട ശേഷം ഇറങ്ങി. ഇപ്പോൾ ഫൈനലി നമ്മുടെ എൻട്രൻസിൽ അവിടെ തന്നെ എത്തി എക്സിറ്റ് ചെയ്യാനായിട്ട്. കുറേ നടന്ന ശേഷമാണ് ഈ എക്സിറ്റ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനും കണ്ടു. ഇപ്പോൾ വൺ സൈഡ് വടക്കൻനാഥൻ്റെ അമ്പലം, മറ്റേ ഓപ്പോസിറ്റ് സൈഡ് പാറമേക്കാവ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് പൂരം. ഇങ്ങനെ ആനകളുടെ കുടമാറ്റവും എല്ലാം നടക്കുക എന്ന് പറഞ്ഞു. ഇതങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ്. ഇതപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇഷ്ടം പോലെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ റൗണ്ട് അബൌട്ട് പോലെ തന്നെ.
തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ മെല്ലെ തിരക്ക് വരുന്നുണ്ട്. പോലീസുകാരെയും അവിടെ ഇവിടെ ഇഷ്ടം പോലെ കാണാം. അവർക്ക് ഓരോ സ്ഥലത്ത് ഡ്യൂട്ടി കൊടുത്തതായിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഇത് ഒരു ചെറിയ പന്തൽ, അതുപോലെ തന്നെ കണ്ടില്ല അവിടെയും പോലീസുകാർ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനിയൊരു മെയിൻ പന്തലും ഉണ്ടെന്ന് പറഞ്ഞു. രാത്രിയിൽ ഇത് നല്ലപോലെ ഇലൂമിനേറ്റഡ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനെന്നും പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ നമുക്ക് ആനച്ചമയവും എക്സിബിഷനും എല്ലാം കണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ പന്തൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണു. അപ്പോൾ രാത്രി ഫുൾ ഇലൂമിനേഷൻ ആയിരിക്കും ഇവിടെ. പിന്നെ തിരുവമ്പാടി അമ്പലം ഇതാ അടച്ചിരിക്കുകയാണ്, കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ അതും ഇതാ കണ്ടു വരുന്ന വഴി. പിന്നെ ഞങ്ങളിതാ മീനോളജിയിൽ കയറി ഞങ്ങൾ ഉച്ചലത്തെ ലഞ്ച് കഴിച്ചു. നല്ല ഫുഡായിരുന്നു മീനോളജി തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയവും എക്സിബിഷൻ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.